ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ആരാണ് തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ? തൃപ്പൂണിത്തുറയിൽ എനിക്കറിയാം. മനുവിന് അറിയുമോ? എന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ അറിയില്ലെങ്കിൽ അറിയണ്ട. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ മുന്നണിയുടെ കക്ഷിയാണോ CPM? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ CPM? യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസ് സഖ്യത്തിൽ ചേർന്ന് നിന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് CPM മത്സരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ആരോപണങ്ങളെ കുറിച്ചോ അന്തർധാരകളെ കുറിച്ചോ പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ, പരസ്പരം അടിയൊഴുക്കുകളെ കുറിച്ചോ ഒന്നല്ല. പരസ്യമായി റെക്കോർഡിക്കലി നമ്മുടെ മുന്നിൽ ഇവർ തമ്മിൽ ധാരണയുണ്ടോ? ഇന്ത്യ മുന്നണിയുണ്ടോ? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഇനി ഇതൊക്കെ ആവശ്യപ്പെടുന്ന ജിൻഡോ ജോണിന് ആവശ്യപ്പെടാനുണ്ടോ? ഇന്ത്യ മുന്നണിയിൽ നിന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയെ പുറത്താക്കണം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം ജിൻഡോ ജോണിനും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഉണ്ടോ? രണ്ട്, CPM വലിയ തോരനെ പറഞ്ഞല്ലോ BJP ആയിട്ട് ഡീൽ ഉണ്ടാക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്ന നിലയിൽ. എന്നാൽ CPMന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഞങ്ങളൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതെ ഞങ്ങൾക്ക് മാറണം, ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, ഞങ്ങളിപ്പോൾ കോൺഗ്രസും CPM ഒക്കെ ഒരുമിച്ചാണ്. ഇത് ഞാൻ കള്ളം പറയുന്നതല്ല, ആരോപണം ഉന്നയിക്കുന്നതല്ല, നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് ഞാൻ ഈ ചർച്ചയിലൂടെ തുറന്നു കാണിക്കുന്നത്. ഇവർ ഒരു ഭാഗമാണല്ലോ, അതിൽ ആർക്കും സംശയമില്ലല്ലോ. ഇനി ഇവരുടെ ആരോപണങ്ങളെ കുറിച്ച് മറ്റു കാര്യങ്ങൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഇവരുടെ അഭിപ്രായം എന്താണ്? ഇവരെപ്പോഴാണ് ഇരു മുന്നണികളായി ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. BJPയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? മനുവിന് അറിയുമോ? ഞാൻ ചോദിക്കട്ടെ ആര്യ, ഞാൻ അങ്ങനെ ഇത്രയും സമയം രണ്ടുപേരും അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. മറുപടി പറയാൻ ഞാൻ മനുവിന് സമയം അനുവദിക്കാം. മനുവിന് ഞാൻ സമയം അനുവദിക്കും, അതെന്റെ വാക്ക്. ആരാണ് തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്? അത് ഉത്തരം പറ. അത് ശരി, ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ? തൃപ്പൂണിത്തുറയിൽ എനിക്കറിയാം. മനുവിന് അറിയുമോ? എനിക്കെന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണ്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതാരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്കറിയാം. BJPയുടെ കാൻഡിഡേറ്റ് ആരാണെന്ന് എനിക്കറിയാം. അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയണ്ടേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJPയുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് വന്നിട്ട് അറിയില്ലെങ്കിൽ പറയണ്ട. BJPയുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. BJPയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? ഞാൻ ചോദിട്ടെ, NDA മുന്നണിക്കിൽ ഉള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു, അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയണ്ടെന്ന്. നിങ്ങൾ ഇത്രയും ഞാൻ വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ചോദിച്ചു പറ. അത് ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ആ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ ഉണ്ട്. വിളിച്ചു ചോദിച്ചാൽ നിങ്ങളുടെ റിപ്പോർട്ടറോട് വിളിച്ചു ചോദിക്കുന്നു. നിങ്ങളുടെ റിപ്പോർട്ടറോട് വിളിച്ചു നോക്കി. ഞാൻ ചോദിക്കുന്നത് BJP നേതാവായ മനുവിനോടാണ്, ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്. ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആരാണ് കാൻഡിഡേറ്റ്? അവിടെ കാൻഡിഡേറ്റ് ഉണ്ട്, NDA മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ. കേരളത്തിന്റെ നടീനടന്മാർ, ഇവിടുത്തെ സെലിബ്രിറ്റികൾ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇവിടെ രമേശ് പിഷാരടിയിലെ കോൺഗ്രസിൽ നിന്ന് പാലക്കാട് മത്സരിക്കുന്നത് അതൊന്നും അല്ല. അതിപ്പം കടന്നിട്ട് മുതൽ ഇങ്ങോട്ട് പല രീതിയിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എന്റെ ചോദ്യം, തൃപ്പൂണിത്തുറയിൽ BJPയുടെ NDAയുടെ കാൻഡിഡേറ്റ് ആരാണ്? ആര്യ, ഹലോ. എനിക്ക് കേൾക്കാം മനു. അവര് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറയാം. മനു കേൾക്കാമോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ?
എന്തായാലും കൃത്യസമയത്ത് മനുവിന് കേൾക്കാതെ ആയിരിക്കുന്നു. മനു കേൾക്കാമോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? മനു കേൾക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കും. ശ്രീ മനു പ്രസാദ്, നേരത്തെ കോൾ കട്ടായി എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ട്. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്? കോള് കറക്റ്റ് അല്ല, അത് ഇവിടുന്ന് കട്ടായതാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടേ ഇരുന്നതാണ്. ഞാൻ 2-3 തവണ നിങ്ങളുടെ ആളുകളോട് സംസാരിച്ചതാണ്. അതിന് ഉത്തരം ആരെയൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അറിയണ്ട എന്നുള്ളതാണ് എൻ്റെ മറുപടി. അതിന് എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കാരണം കേരളത്തിൽ പത്രസമ്മേളനം നടത്തി 2020 പ്രഖ്യാപിച്ച NDA മുന്നണി പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് ആരാണെന്ന് ഇപ്പോഴും കേൾക്കുന്നില്ല. ആര്യ പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല, ഞാൻ മനുവിനെ കേൾക്കുകയാണ്. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയണ്ടെന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ, ഒരു ചാനൽ എന്ന നിലയിൽ 2020 പ്രഖ്യാപിച്ച NDA പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് ആരാണെന്ന് ആരെയൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് അത് സമ്മതിച്ചോളാം. ആ ജനങ്ങളോട് നമ്മൾ സമ്മതിക്കും. NDA അവിടെ മത്സരിക്കും. ആ ചോദ്യം തന്നെ എന്താ ഈ രീതിയിലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്റെ ആ ചോദ്യത്തിന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ചോദിക്കാൻ വളരെ സിമ്പിൾ ആയ കാര്യം ഉണ്ടായിരുന്നുള്ളൂ മനു. ഇതൊരു ചരിത്ര വിജയം നിങ്ങൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ നേടി. അവിടെ അപ്പം എന്തുകൊണ്ടാണ് BJP ആ സീറ്റ് 2020 വിട്ടുകൊടുത്തതെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ BJP പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. ചൂടാണ്ട് ഇല്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഞാൻ ആര്യ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരിട്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിന്റെ ഇടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാമെന്നുള്ള ചോദ്യം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന. ഇവിടെ നിരവധി തവണ പത്രസമ്മേളനം നടത്തിയ നിങ്ങളുടെ തന്നെ ചാനലിൽ ബൈറ്റ് കൊടുത്ത ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ അത് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. അത് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞാൽ അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് പറയാം. ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അത് ജയിക്കില്ല നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക? തൃപ്പൂണിത്തുറയിലെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി NDA മുന്നണി എന്നതിൽ മത്സരിക്കുന്നു. ഞങ്ങൾ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മുന്നോട്ട് പോകുന്നു. ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കൊന്നേ ഞങ്ങളുടെ പെർഫോമൻസ്. റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തും അത് ജയിക്കാനുള്ളതല്ല എന്ന്? അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDAയുടെ സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങളോട്. ശരി, നീ വിഷമിക്കാണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമവും ഇല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.